പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം അധ്യായം 8. ജലപ്രളയത്തിന്റെ അന്ത്യം. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി, വെള്ളം ഇറങ്ങി, അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു, ആകാശത്തിന്റെ ജാലകങ്ങൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു. ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം ആറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു. 10-ാം മാസം 1-ാം ദിവസം പർവ്വതശിഖരങ്ങൾ കാണാറായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. വെള്ളം വറ്റുവോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവനൊരു പ്രാവിനെയും വിട്ടു. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നു. ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ചു പെട്ടകത്തിലാക്കി. 7 ദിവസം കൂടി കാത്തിട്ട് അവൻ വീണ്ടും പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിന്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. 7 നാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ തിരിച്ചു വന്നില്ല. നോഹയുടെ ജീവിതത്തിന്റെ 601-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റി തീർന്നു. നോഹ പെട്ടകത്തിന്റെ മേൽക്കൂര പൊക്കി നോക്കി. ഭൂതലമെല്ലാം ഉണങ്ങിയിരിക്കുന്നു. 2-ാം മാസം 27-ാം ദിവസം ഭൂമി തീർത്തും ഉണങ്ങി. ദൈവം നോഹയോട് പറഞ്ഞു, ഭാര്യ, പുത്രന്മാർ, അവരുടെ ഭാര്യമാർ എന്നിവരോടുകൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക. പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക. സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ. ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞു പുറത്തേക്ക് പോയി. നോഹ ബലിയർപ്പിക്കുന്നു. നോഹ കർത്താവിന്റെ ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. അധ്യായം 9. നോഹയുടെ ഉടമ്പടി. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുണ്ടായി പെരുക്കി ഭൂമിയിൽ നിറയുവിൻ. സകല ജീവികൾക്കും, ഭൂമിയിലെ മൃഗങ്ങൾക്കും, ആകാശത്തിലെ പക്ഷികൾക്കും, മണ്ണിലെ ഇഴജന്തുക്കൾക്കും, വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എന്നാൽ ജീവനോട് കൂടിയ, അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. ജീവരക്തത്തിനും മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരന്റെ ജീവനും ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എന്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിത് ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും. നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരുകയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എന്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എന്റെ വില്ല് ഞാൻ സ്ഥാപിക്കും. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വ ജീവജാലങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത് എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവൻ നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. നോഹയുടെ പുത്രന്മാർ. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫത്ത് എന്നിവരായിരുന്നു. ഹാം ആയിരുന്നു കാനാന്റെ പിതാവ്. ഇവരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ഒരു മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന 2 സഹോദരന്മാരോട് പറയുകയും ചെയ്തു. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല.
ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തതെന്തെന്നറിഞ്ഞ് അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെടട്ടെ. അവൻ തന്റെ സഹോദരന്മാർക്ക് ഹീനമായ ദാസ്യവേല ചെയ്യുന്നവനായിരിക്കും. അവൻ തുടർന്നു പറഞ്ഞു, ഷേമിന്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. കാനാൻ ഷേമിന്റെ ദാസനായിരിക്കട്ടെ. യാഫത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ. ഷേമിന്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും. കാനാൻ അവനും അടിമയായിരിക്കും. വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ 150 വർഷം ജീവിച്ചു. നോഹയുടെ ജീവിതകാലം 950 കൊല്ലമായിരുന്നു. അവനും മരിച്ചു. അധ്യായം 10. ജനതകളുടെ ഉദ്ഭവം. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാനന്തരം ഉണ്ടായ പുത്രന്മാരുടെ പേര് വിവരം. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മഗോഗ്, മദായി, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, റീഫദ്, തോഗർമ. യാവന്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തിം, ദോദാനിയും. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ തങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു. ഹാമിന്റെ പുത്രന്മാർ കുഷ്, മിസ്രയീം, ഫുത്ത്, കാനാൻ എന്നിവർ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തേക്ക. റാമായുടെ മക്കളാണ് ഷെബായും ദദാനും. കുഷിന് നിംരോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ തിംരോദിനെ പോലെ ഒരു നായാട്ടു വീരൻ എന്ന ചൊല്ലുണ്ടായി. ആരംഭത്തിൽ അവന്റെ രാജ്യം ഷീനാൻ ദേശത്തെ ബാബേലും ഏറക്കും അക്കാദും അടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ അശൂറിനെ കടന്ന് നിനവെ, റെഹോബോത്ത് പട്ടണം, കാല എന്നിവ പണിതു. നിനക്കയും കാലായും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രയീമിന്റെ മക്കളാണ് ലൂദ്യം, അനാമിം, ലഹാബിം, നഹുത്തുഹിം, പത്രുഹിം, കസ്ലുഹിം, കഫ്തോറിം എന്നിവർ. കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്തീയരുടെ ഉത്ഭവം. കാനാനും കടിഞ്ഞൂൽ പുത്രനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാസ്യർ, ഹിവ്യർ, അർക്കീസ്യർ, സീനിയർ, അർവാദീയർ, സെമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികരായിരുന്നു കാനാൻ. പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു. കാനാൻ വംശജരുടെ നാട് സീനോനിൽ തുടങ്ങി ഗരാറിന് നേർക്ക് ഗാസ വരെയും സോതോമിനും ഗൊമോറയ്ക്കും അദ്മായിനും സെബോയിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു. ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ചുള്ള ഹാമിന്റെ സന്തതി പരമ്പര. യാഫത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി. അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ്. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അഷൂർ, അർപ്പഖദ്, ലൂദ്, ആരാം എന്നിവരും ആരാമിന്റെ പുത്രന്മാർ ഊഫ്, ഹൂൽ, ഖേദർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദിന് ഷേലഹും ഷേലാഹിന് ഏബറും ജനിച്ചു. ഏബറിന് 2 പുത്രന്മാരുണ്ടായി. ഒരുവന്റെ പേര് പേല്, കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്. തന്റെ സഹോദരന്റെ പേർ യോക്താൻ. യോക്താന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ്, ഷേലഫ്, അസർമവത്, യാറഫ്, ഹദോറാം, ഊസാൽ, ദിഗ്ല, ഓബാൽ, അഭിമാഷേൽ, ഷെബ, ഓഫീർ, ഹവില, യോബാബ് എന്നിവർ. അവർ പാർത്തിരുന്ന നാട് സേഫാറിന്റെ മേശ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ചുള്ള ഷേമിന്റെ സന്തതി പരമ്പര. ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബ ചരിത്രമാണിത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലേക്ക് വ്യാപിച്ചത്. അധ്യായം 11. ബാബേൽ ഗോപുരം. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസ്കാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കു നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി. പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമിടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാകാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഷേം മുതൽ അബ്രാം വരെ. ഷേമിന്റെ വംശാവലി. ഷേമിന് 100 വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു. ജലപ്രളയം കഴിഞ്ഞ് 2-ാം വർഷമായിരുന്നു അത്. അർപ്പക്ഷാദിന്റെ ജനനത്തിന് ശേഷം ഷേം 500 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 35 വയസ്സായപ്പോൾ അർപ്പക്ഷാദിന് ഷേലാഹ് ജനിച്ചു.
ഷേലാഹിന്റെ ജനനത്തിന് ശേഷം അർപ്പക്ഷാദ് 403 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ ഷേലാഹിന് ഏബർ ജനിച്ചു. ഏബർ ജനിച്ചതിന് ശേഷം 403 വർഷം ഷേലാഹ് ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 34 വയസ്സായപ്പോൾ ഏബറിന് പേലഗ് ജനിച്ചു. പേലഗിന്റെ ജനനത്തിന് ശേഷം ഏബർ 403 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ പേലഗിന് റെവു ജനിച്ചു. റെവുവിന്റെ ജനനത്തിന് ശേഷം പേലഗ് 209 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 32 വയസ്സായപ്പോൾ റെവുവിന് സെരൂഗ് ജനിച്ചു. സെരൂഗിന്റെ ജനനത്തിന് ശേഷം റെവു 207 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30-ാം വയസ്സായപ്പോൾ സെരൂഗിന് നാഹോർ ജനിച്ചു. നാഹോറിന്റെ ജനനത്തിന് ശേഷം സെരൂഗ് 200 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 29 വയസ്സായപ്പോൾ നാഹോറിന് തേരാഹ് ജനിച്ചു. തേരാഹിന്റെ ജനനത്തിന് ശേഷം നാഹോർ 119 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 20 വയസ്സായതിനു ശേഷം തേരാഹിന് അബ്രാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു. തേരാഹിന്റെ പിന്മുറക്കാർ ഇവരാണ്. തേരാഹിന്റെ പുത്രന്മാരാണ് അബ്രാഹും, നാഹോറും, ഹാരാനും. ഹാരാന്റെ പുത്രനാണ് ലോത്ത്. തന്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊരിൽ വെച്ച് ചരമമടഞ്ഞു. അബ്രാഹും നാഹോറും വിവാഹം കഴിച്ചു. അബ്രാഹിന്റെ ഭാര്യയുടെ പേര് സാറായി. നാഹോറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ മിൽക്കായുടെയും മിസ്കായുടെയും പിതാവായ ഹാരാന്റെ മക്കളാണ്. സാറായി വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല. തേരാ കൽദായരുടെ ഊരിൽ നിന്നും കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. അവൻ അബ്രാഹിമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രാഹിമിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു. തേരാഹ് 205 വർഷം ജീവിച്ചു. അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു. ദിവസവും 10 മിനിറ്റ് ബൈബിൾ ശ്രവിക്കാനായി എന്നോടൊപ്പം കൂടുക.